നമസ്കാരം. അൻവർ എം.എൽ.എ ഒരു കാര്യം ഈ അടുത്ത സമയത്ത് പറഞ്ഞത് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഈ നാട്ടിലെ സഖാക്കളും നാട്ടുകാരും മനസ്സിലാക്കേണ്ടത് ഈ നാട് നിലനിൽക്കണമെങ്കിൽ, ഈ സാമൂഹ്യനീതി ഈ നാട്ടിൽ നടപ്പിലാക്കണമെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതൊന്ന് കുലുങ്ങും. അതിപ്പോൾ കുലുങ്ങിയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കലങ്ങും. നന്നായിട്ട് തന്നെ കലങ്ങും. എന്നിട്ട് അതൊന്ന് തെളിയും. ആ തെളിയിച്ചലിനാണ് എം.എൽ.എ കാത്തിരുന്നത്. ആ തെളിച്ചത്തിൽ സർക്കാരിനെ അധികാരത്തിലേറ്റിയ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി പതാക ഉയർന്നു പാറുമെന്ന് തന്നെയാണ് അൻവർ എം.എൽ.എ വിശ്വസിക്കുന്നത്. പത്തനംതിട്ട SP മലപ്പുറം മുൻ SP യുമായ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് അൻവറിന്റെ നെറ്റിയിൽ ഒരു തിലകച്ചാർത്ത് കൂടിയാണ്. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അൻവർ എം.എൽ.എ പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസ് ഒതുക്കാൻ വിളിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് ആദ്യം SP സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം പോലീസ് ആസ്ഥാനത്തെത്തി DGPയെ നേരിട്ട് കാണാനുള്ള ഉത്തരവാണ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നത്. ചട്ടങ്ങൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടാണ് DIG അജിത ബീഗം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് സുജിത് ദാസിനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രാഥമികമായി അന്വേഷിക്കുവാൻ DIG അജിത ബീഗത്തെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലൂടെ വളരെ ഗുരുതരമായ വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചത്. എന്തായാലും ഇപ്പോൾ സുജിത് ദാസിന് പകരം SP ആയി പത്തനംതിട്ടയിൽ ചുമതലയേറ്റിരിക്കുന്നത് വിനോദ് കുമാറാണ്. കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ പോലീസ് സർവീസിൽ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ലെന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സസ്പെൻഷൻ ഓർഡറിലൂടെ വ്യക്തമാക്കുന്നത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അൻവറിന് എന്തായാലും ഒരു കരുത്തുണ്ട്. ആ കരുത്ത് അദ്ദേഹം പാർട്ടി അംഗമായതുകൊണ്ടല്ല, അനുഭാവി ആയതുകൊണ്ടാണ്. അനുഭാവിയുടെ സ്വാതന്ത്ര്യം, ഒപ്പം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ഒരു ജീവിതാവസ്ഥയും, അച്ചടക്കത്തിന്റെ ഒരു വാൾ തലയ്ക്ക് മുകളിൽ ഇല്ല എന്നുള്ള ഒരു സ്വസ്ഥതയും അദ്ദേഹം എന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കാതെ അനുഭാവിയായി തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. താഴെ ഭൂമിയും മുകളിൽ ആകാശവും അവർക്കാരെയും ഭയമില്ലെങ്കിലും ഭയക്കേണ്ടതുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും എതിർക്കപ്പെടുമ്പോൾ അവർ ഒരുപക്ഷെ തീരുമാനിക്കാം, ഉത്തരേന്ത്യയിലെ പോലെ വ്യവസ്ഥകൾ ചിലപ്പോഴെങ്കിലും പുറകോട്ട് പോകുമെന്നും ആൾമാറാട്ടം കൊലപാതകങ്ങളും UP-യിൽ 2 സഹോദരന്മാരെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന വഴിയിൽ വെടിവെച്ച് കൊന്നതും ഒക്കെ. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭയക്കേണ്ടതില്ല. എന്നാലും സൂക്ഷിക്കണം, മുന്നോട്ട് തന്നെ പോകണം. പുഴുക്കുത്തുകൾ എല്ലാം മുറിച്ചു മാറ്റണം. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാ മാഫിയകളെയും തകർക്കാൻ കഴിയും. ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. അതാണൊരു ഭാഗ്യം. കാര്യങ്ങൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.